ലിവറേജ് അനാലിസിലെ അടുത്ത ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്ങിൽ വരുന്നതാണ് EBIT EPS ഇൻഡിഫറൻസ് പോയിന്റ്. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് നോക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് EPS കാൽക്കുലേറ്റ് ചെയ്യാം. EPS കാൽക്കുലേറ്റ് ചെയ്യാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നെയാണ്. സോ ഈവൻ സിംഗിൾ EBIT ആണെങ്കിൽ പോലും പല ക്യാപിറ്റൽ സ്ട്രക്ചർ മാറുന്നതനുസരിച്ചിട്ട് EPS മാറും, ഒബ്വിയസ്ലി മാറും അല്ലേ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതാ കോമ്പിനേഷൻ ഓഫ് ഫൈനാൻസ്. നമ്മൾ പറഞ്ഞു അത് ഇക്വിറ്റി മാത്രമാവാം, ഇക്വിറ്റി പ്രിഫറൻസ് ആവാം, ഇക്വിറ്റി ഡെപ്റ്റ് ആവാം, അല്ലെങ്കിൽ ഇക്വിറ്റി പ്രിഫറൻസ് ഡെപ്റ്റ് ആവാം. സോ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ മാറുന്നതനുസരിച്ചിട്ട് സെയിം EBIT ആണെങ്കിൽ പോലും എന്തായിരിക്കും, EPS ഡിഫറെൻ്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഡെപ്റ്റ് കൂടുതലാണെങ്കിൽ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പ്രിഫറൻസ് ആണ് കൂടുതലെങ്കിൽ പ്രിഫറൻസ് സ്റ്റുഡൻറ്റ് കൊടുക്കണം. ദെൻ നമ്പർ ഓഫ് ഇക്വിറ്റി ആണ് കൂടുതലെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് കൂടും അല്ലെ. EPSന്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. EPS എന്താ, ഇൻകം അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് അല്ലേ. അപ്പോൾ അത് ഓരോ കോമ്പിനേഷൻ മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ EPS ഡിഫറെൻ്റ് ആയിരിക്കും. ഈവൻ ഇപ്പോൾ ഒരു കമ്പനി, സപ്പോസ് ഒരു കമ്പനി ഡെപ്റ്റ് മാത്രമേ ഉള്ളൂ, ഒരു കമ്പനിയിൽ ഡെപ്റ്റും ഇക്വിറ്റിയും, ഒരു കമ്പനിയിൽ ഡെപ്റ്റും പ്രിഫറൻസും അതുപോലെ ഇക്വിറ്റിയും. സോ ഇവരുടെ എല്ലാം EBIT സെയിം ആണെങ്കിൽ പോലും EPS എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെന്താണെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ്, ഉറപ്പാണ് അതിൻ്റെ കാരണം നമുക്കറിയാം. കാരണം ഒരെണ്ണത്തിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും, ഒരെണ്ണത്തിൽ ഡിവിഡൻഡ് ആയിരിക്കും, ഒരെണ്ണത്തിൽ നമ്പർ ഓഫ് ഷെയർ കൂടുതലായിരിക്കും. സോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇൻഡിഫറൻസ് ലെവൽ എന്ന് അത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ, ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ക്രോംപ്ടൺ ലിമിറ്റഡ്, എ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി, ഹാസ് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 100 lakhs കൺസിസ്റ്റിംഗ് ഓഫ് 10 lakhs ഓർഡിനറി ഷെയർ ഓഫ് 10 each. കണ്ടോ, അപ്പോൾ ഈ ഒരു കമ്പനിയുടെ കറന്റ്ലി ഉള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് മുഴുവൻ ഇക്വിറ്റിയാണ് അല്ലേ. ഇക്വിറ്റി ഓർഡിനറി ഷെയർ ഓഫ് 10 each, അതായത് 10 lakhs. 10 lakhs ഫേസ് വാല്യൂ 10 ആണ്. അപ്പോൾ 10 lakhs into 10 equal to 100 lakhs. അതാണ് ഇവരുടെ ക്യാപിറ്റൽ. കറന്റ്ലി ഏണിംഗ് ഓൺ ആനുവൽ പ്രീ ടാക്സ് പ്രോഫിറ്റ് ഉണ്ട്. ഇവരുടെ EBIT ഉണ്ടോ, ഏണിംഗ് പ്രീ ടാക്സ് പ്രോഫിറ്റ് ഓഫ് 60 lakhs. EBIT എന്ന് പറയാൻ കാരണം ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ EBIT എന്ന് പറഞ്ഞാലും EBIT എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്, ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ദെൻ കാരണം ഒരു ഇക്വിറ്റി കമ്പനി അല്ലേ. ദെൻ ദ കമ്പനി ഷെയർസ് ആർ ലിസ്റ്റഡ് ആൻഡ് കോട്ടഡ് ഇൻ ദ റേഞ്ച് ഓഫ് 50 to 80. ആ റേഞ്ചിലാണ്, 10 ഫേസ് വാല്യൂ എങ്കിൽ പോലും 50 to 80 റേഞ്ചിലാണ് കറന്റ്ലി അത് സെല് ചെയ്യുന്നത്. ദ മാനേജ്മെന്റ് വാണ്ട് ടു ഡൈവേഴ്സിഫൈ പ്രൊഡക്ഷൻ ആൻഡ് ഹാസ് അപ്രൂവ്ഡ് എ പ്രൊജക്ട് വിച്ച് വിൽ കോസ്റ്റ് 50 lakhs. ഇപ്പോൾ ഒരു പുതിയൊരു പ്രൊജക്ട് കൂടെ അവർ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഓൾറെഡി 100 lakhs ഉണ്ട്, ഒരു 50 lakhs കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പോവാണ്. വിച്ച് ഈസ് എക്സ്പെക്ടഡ് ടു ഈൽഡ് എ പ്രീ ടാക്സ് ഇൻകം ഓഫ് 40 lakhs പെർ ആനം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് എത്രയാണ്, 60 lakh ആണ് പ്രീ ടാക്സ്. അത് എത്രയായിട്ട് കൂടും, പ്ലസ് 40, 100 lakhs ആയിട്ട് കൂടും. ടു റേസ് ദിസ് അഡീഷണൽ ക്യാപിറ്റൽ ദ ഫോളോയിങ് ഓപ്ഷൻസ് ആർ അണ്ടർ കൺസിഡറേഷൻ. സോ ഈ 50 അല്ലെങ്കിൽ എത്രയായിരുന്നു വേണ്ടത്, 50 lakhs റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പ്ലാനുകളാണ് കമ്പനി പ്രിഫർ ചെയ്യുന്നത്. ഒന്നെന്താ, ടു ഇഷ്യൂ ഇക്വിറ്റി ഷെയർ ഫോർ ദ എൻ്റയർ അഡീഷണൽ amount. അത് 50 lakhs നമുക്ക് ഇക്വിറ്റി മാത്രം ഇഷ്യൂ ചെയ്യാം. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ദാറ്റ് ദ ന്യൂ ഷെയർ ഫേസ് വാല്യൂ 10 ക്യാൻ ബി സോൾഡ് അറ്റ് എ പ്രീമിയം ഓഫ് 15. കണ്ടോ, അപ്പോൾ 10 ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ നമുക്ക് 15 പ്രീമിയം, അപ്പോൾ 25 വിൽക്കാം അല്ലേ. അപ്പോൾ 50 ലക്ഷത്തിന് എത്ര വരും നോക്കി, 50 ലക്ഷം ഡിവൈഡഡ് ബൈ 25 ഈക്വൽ ടു 2 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരും അല്ലേ. 2 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇഷ്യൂ 16% നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ഓഫ് 100 each ഫോർ ദ എൻ്റയർ എമൗണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. 50 ലക്ഷത്തിന് നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യാം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുത്താൽ മതി, ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. എത്ര പെർസെൻറ്റേജ്, 50 ലക്ഷത്തിൻ്റെ 16% എന്ന് പറയുമ്പോൾ 8 ലക്ഷം രൂപ, 8 lakhs നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യണം. ഓക്കെ, ദെൻ ടു ഇഷ്യൂ ഇക്വിറ്റി, മൂന്നാമത്തെ ടു ഇഷ്യൂ ഇക്വിറ്റി ക്യാപിറ്റൽ ഫോർ 25 lakhs. 25 ലക്ഷത്തിന് നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാം. ഫേസ് വാല്യൂ 10 ആണ്. 16% നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ഫോർ ദ ബാലൻസ് എമൗണ്ട്. ബാക്കി 25 നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം.
ദ കമ്പനി ക്യാൻ ഇഷ്യൂ ഷെയർ അറ്റ് എ പ്രീമിയം ഓഫ് 40. അപ്പോൾ ഈ കേസിൽ നമുക്ക് 40 വിൽക്കാൻ പറ്റും. അപ്പോൾ പ്രീമിയത്തിൽ അപ്പോൾ 50 ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ എത്ര വരും? 25 lakhs ഡിവൈഡഡ് ബൈ 50 ഈക്വൽ ടു 50,000 ഷെയർ ആണ് ഇവിടെ ഇഷ്യൂ ചെയ്യേണ്ടത്. കണ്ടോ? Then advise the management as to how the additional capital can be raised, keeping in mind that the management want to maximize the earning per share to maintain it goodwill. The company pays a income tax at 50%. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കമ്പനി വാണ്ട് ടു മാക്സിമൈസ് ദി EPS. അപ്പോൾ ഈ 3 സെനാരിയോയിൽ നമ്മളുടെ EPS എത്രയാണെന്ന് കണ്ടുപിടിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ EPS ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് EPS ഇക്വേഷൻ അല്ലേ? ഇൻകം അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഇവിടെ പ്രിഫറൻസ് ഷെയർസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? PAT ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് EPS. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ. പർട്ടിക്കുലേഴ്സ് ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3 അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇക്വിറ്റി ഒള്ളി അല്ലേ? ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പറഞ്ഞത്? ദ ഇഷ്യൂ എൻ്റെ ഇക്വിറ്റി മാത്രം അല്ലേ? അപ്പോൾ ഇക്വിറ്റി ഓപ്ഷൻ, ഇത് നമ്മളുടെ ഇക്വിറ്റി ഓപ്ഷൻ, ഇക്വിറ്റി ഒള്ളി. ഇവിടെയാണെങ്കിലോ സെക്കൻഡിലാണെങ്കിലോ ഡിബഞ്ചർ ഒള്ളി. തേർഡ് ആണെങ്കിലോ ഇക്വിറ്റി ആൻഡ് ഡിബഞ്ചർ. ഉണ്ടോ? അപ്പോൾ ഈ 3 ഓപ്ഷൻ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് EBIT തന്നിട്ടുണ്ട്. നമ്മുടെ EBIT എന്ന് പറയുന്നത് അല്ലെ, ഓക്കെ, എക്സിസ്റ്റിംഗ് ഷെയർ. നമ്മൾ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ 100 lakhs ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? 10 lakhs ഇൻറ്റു 10 അല്ലേ? അങ്ങനെയാണ് 100 lakhs വന്നത്. സോ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ് അല്ലേ? എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ് പറഞ്ഞാൽ 10 lakhs ആണ്, നമുക്കറിയാം. 10 lakhs ആണ് 3 കേസിൽ. ഇപ്പോൾ എക്സിസ്റ്റിംഗ് നമ്മൾ പുതിയത് കൺസിഡർ ചെയ്തിട്ടില്ല. 10 lakhs ഇവിടെയും 10 lakhs ഓൾറെഡി ഉള്ളത് അല്ലേ? സോ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പുതിയ ഇത് വേണ്ടത് 50 lakhs കൂടിയാണ് വേണ്ടത്. അഡീഷണൽ ക്യാപിറ്റൽ 50 lakhs ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ EBIT എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ളത് എത്രയാ? ഓൾറെഡി 60 lakhs ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു 40 lakhs കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട 100 lakhs ആണ് അല്ലേ? 100 lakhs. ഇവിടെ നമുക്ക് 100 lakhs വരും. ഇവിടെ നമുക്ക് 100 lakhs വരും. ഓക്കെ, മൈനസ് ഇൻട്രസ്റ്റ് നമുക്ക് EBT കിട്ടും, മൈനസ് ടാക്സ്. ടാക്സ് എത്ര പെർസെൻറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്? ടാക്സ് എന്ന് പറയുന്നത് 50% ആണ്. ടാക്സ് 50% ആണ്. ഓക്കെ, 50% ഇൻകം ടാക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? PAT കിട്ടും. അതിന് നമുക്ക് എന്ത് വെച്ച് ലെസ് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് അല്ലേ? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ അതിൽ എന്തൊക്കെ വരും? എക്സിസ്റ്റിംഗും വരും, അതുപോലെ തന്നെ ന്യൂവും വരും. ഓക്കെ, സോ ഈ PAT-നെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തായി? നമ്മുടെ EPS ആയി അല്ലേ? അപ്പോൾ ഓരോന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഇക്വിറ്റി മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്താണ്? നമ്മുടെ ഇൻട്രസ്റ്റ് നമുക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ല. പഴയതിലും ഇൻട്രസ്റ്റ് ഇല്ല, പുതിയതിലും ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ 0 ആണ്. സോ EBT എന്ന് പറയുന്നത് എത്ര തന്നെ വരും? 100 lakhs തന്നെ വരും. then അതിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 50% വരും. അപ്പോൾ എത്ര വരും? 50 lakhs വരും. PAT എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര വരും? നമ്മളുടെ 50 lakhs അല്ലേ? ഓക്കെ, 50 lakhs വരും. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് പഴയത് മാത്രമേ ഉള്ളൂ അല്ലെ? പുതിയതായിട്ട് നമ്മൾ സോറി, ഈ കേസിൽ എന്താണ്? ഇവിടെ ഇക്വിറ്റി ആണ്. അപ്പോൾ നമ്മൾ പഴയത് എത്രയുണ്ട്? പഴയത് 10 lakhs ഓൾറെഡി നമുക്കറിയാലോ. പഴയത് 10 lakhs. പുതിയത് എത്ര ഉണ്ടാവും? പുതിയത് എങ്ങനെ കണ്ടുപിടിക്കും? പുതിയത് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഫണ്ട് വേണ്ടത്
എത്രയാണ് പുതിയ ഫണ്ട് വേണ്ടത് 50 lakhs ആണ്. ഡിവൈഡഡ് ബൈ ഒരെണ്ണത്തിന് ഇഷ്യൂ ചെയ്യുന്ന എത്രയാ 10 ഫേസ് വാല്യൂ 15 പ്രീമിയം. അപ്പോൾ 25-നാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 25. അപ്പോൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ് നോക്കിയേ 50 lakhs ഡിവൈഡഡ് ബൈ 25 ഈക്വൽ ടു 2 lakhs വരും അല്ലേ 2 lakhs വരും. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പുതിയതായിട്ട് 2 lakh ഷെയർ ഇഷ്യൂ ചെയ്യണം. ടോട്ടൽ 12 lakhs ആയി അല്ലേ. അപ്പോൾ നമുക്ക് എത്ര വരും നോക്കിയേ 50 lakhs ആണ് PAT ഡിവൈഡഡ് ബൈ 12 lakhs അല്ലെ. അപ്പോൾ എത്ര വരും EPS എന്ന് പറഞ്ഞാൽ എന്താ വരും ₹4.16 പെർ ഷെയർ. കണ്ടോ, ഇതാണ് നമ്മളുടെ ഓപ്ഷൻ 1-ൽ. ഓപ്ഷൻ 1-ൽ നമ്മൾ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇക്വിറ്റി മാത്രമേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡെപ്റ്റ് വരുന്നില്ല, ഇൻട്രസ്റ്റ് വരുന്നില്ല. നമ്പർ ഓഫ് ഷെയർ കൂടും. പഴയ 10 lakhs വരും, പുതിയ 2 lakhs കൂടെ വരും. ഓക്കെ, അതാണ് വരിക. രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു ശ്രദ്ധിച്ചേ. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് 16% നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ഓഫ് 100 each അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇത് സെയിം തന്നെയാണ്. ഇൻട്രസ്റ്റ് അല്ലെ, ഇൻട്രസ്റ്റ് എത്ര വരും 50 lakhsന് 50 lakhsന്റെ എത്ര പെർസെൻറ്റേജ് വരും 16%. 16% ദാറ്റ് ഈസ് 8 lakhs നമ്മൾ എന്തായിട്ട് കൊടുക്കണം, ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കാം, ഇത് 8 lakhs വരും. അപ്പോൾ ബാക്കി EBT എന്ന് പറയുന്നത് എത്ര വരും 92 lakhs വരും. അതിൻ്റെ 50% ടാക്സ് എന്ന് പറഞ്ഞാൽ 46 lakhs വരും. സോ ബാക്കി എത്രയുണ്ട്, ബാക്കി PAT എന്ന് പറഞ്ഞാൽ 46 lakhs വരും. ഓക്കെ, നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർസ് ഉള്ളത് എത്രയാണ്, അത് അവിടെ ഓൾറെഡി ഉണ്ടല്ലോ. അത് എത്രയുണ്ട് 10 lakhs ഉണ്ട്. എന്നാൽ പുതിയതായിട്ട് വേണ്ട, പുതിയതായിട്ട് ഇക്വിറ്റി ഓപ്ഷൻ അല്ലേ. അപ്പം സോറി ഡെപ്റ്റ് മാത്രമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പുതിയതായിട്ട് ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല. സോ നമുക്ക് ഏത് വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാം. 46 lakhs ഡിവൈഡഡ് ബൈ 10 lakhs അല്ലെ. അപ്പോൾ എത്ര വരും 4.6 വരും. നമ്മുടെ EPS എന്ന് പറഞ്ഞാൽ 4.6 പെർ ഷെയർ വരും. കണ്ടോ, ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ കൂടുതലാണ് കണ്ടോ. അപ്പോൾ ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിബഞ്ചർ ഓപ്ഷൻ ആണ് നല്ലത്. കാരണം എന്താ, ഇക്വിറ്റി ഓപ്ഷനേക്കാൾ കൂടുതൽ EPS കിട്ടുന്നുണ്ട്. ഇവിടെ എന്ത് കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്, ഹയസ്റ്റ് EPS കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ രണ്ട് ഓപ്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഡിബഞ്ചർ ഒള്ളിയാണ് നല്ലത്. എന്നാൽ തീർന്നിട്ടില്ല, ഒരെണ്ണം കൂടിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം 25 നോക്കാം. 25 ഇക്വിറ്റിയും 25 ഡിബഞ്ചറും അല്ലെ. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് എത്രയാ 25 lakhന്റെ 16% അല്ലെ. ക്വസ്റ്റിൽ പറയുന്നില്ലേ എത്ര പെർസെൻറ്റേജ് നോക്കിയേ. ഓക്കെ, അടുത്തതിലും 6% തന്നെയാണ്. അടുത്തതിലും 16% തന്നെയാണ്. സോ 25 lakhsന്റെ 16% എന്ന് പറയുമ്പോൾ 4 lakhs. നമ്മളിവിടെ 4 lakhs ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് 4 lakhs ആണ്. സോ EBT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96 lakhs വരും. അതിൻ്റെ 50% എന്ത് വരും ടാക്സ് വരും. സോ 48 lakhs വരും. ബാക്കി നമ്മുടെ PAT എന്ന് പറയുന്നത് ബാക്കി എത്ര വരും 48 lakhs വരും അല്ലേ. ഇനി ശ്രദ്ധിക്കുക, ഷെയർ പറയുമ്പോൾ എത്രയുണ്ട് 10 lakhs പഴയതുണ്ട്, അതിൽ ചേഞ്ച് ഇല്ല. പുതിയതായിട്ട് നമ്മൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യാൻ നോക്കാം. 25 lakhs ആണ് നമുക്ക് വേണ്ടത്. ഡിവൈഡഡ് ബൈ ഒരു ഷെയർ 10 ഫേസ് വാല്യൂ, പക്ഷെ 40 പ്രീമിയത്തിലെ വിൽക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാ 50 അല്ലേ. അപ്പോൾ എത്ര ഷെയർ ആണ് നോക്കിയേ 25 lakhs ഡിവൈഡ് ബൈ 50 ഈക്വൽ ടു 50,000 ഷെയർസ്. 50,000 ഷെയർസ് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യണം അല്ലേ. അപ്പോൾ 50,000 എന്ന് പറയുമ്പോൾ ഇവിടെ 50,000 ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തു. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 10,50,000 ആയി. അപ്പോൾ നമ്മുടെ EPS എത്രയാണെന്ന് നോക്കാം. PAT 48 lakh ഡിവൈഡഡ് ബൈ 10,50,000 ഈക്വൽ ടു എത്ര വരും 4.57 പെർ ഷെയർ. കണ്ടോ, അപ്പോൾ ഇത് നോക്കിയേ, ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഏതാ നല്ലത്. ഇക്വിറ്റി മാത്രമാണെങ്കിൽ 4.16, ഡിബഞ്ചർ മാത്രമാണെങ്കിൽ 4.6, ഇക്വിറ്റി ആൻഡ് ഡിബഞ്ചർ ആണെങ്കിൽ 4.57 ഉണ്ടോ. അപ്പോൾ ഇവിടെ കമ്പനി പറയുന്നത് ചൂസ് യുവർ ഓപ്ഷൻ യൂസിങ് ദ ഹയസ്റ്റ് EPS അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, ഡിബഞ്ചർ ഒള്ളി ഓപ്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഡിഫറെൻറ്റ് EPS അനാലിസിസ്. ഓക്കെ, അപ്പോൾ അടുത്തത് EBIT EPS ഇൻഡിഫറൻസ് പോയിന്റ് എന്താണെന്ന് നോക്കാം.
സോ നമ്മൾ നേരത്തെ കണ്ടു EBIT സെയിം ആണെങ്കിൽ പോലും നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ മാറുന്നതനുസരിച്ചിട്ട് EPS വ്യത്യാസം വരും അല്ലെ. നമ്മൾ നേരത്തെ കണ്ടു ഇക്വിറ്റി വരുമ്പോൾ ഒരെണ്ണമായിരിക്കും, ഡെപ്റ്റ് വരുമ്പോൾ വേറെ ആയിരിക്കും, അല്ല പ്രിഫറൻസ് വരുമ്പോൾ വേറെ ആയിരിക്കും, അത് നമ്മൾ കണ്ടു. അല്ലെങ്കിൽ കോമ്പിനേഷൻ വരുമ്പോഴൊക്കെ അത് വ്യത്യാസം വരാം. സോ എന്താണ് EBIT EPS ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് EBITയിൽ വാട്ട് എവർ ബി ദ ക്യാപിറ്റൽ സ്ട്രക്ചർ EPS റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതിനാണ് നമ്മൾ EBIT EPS ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഏതോ ഒരു EBIT വന്നു കഴിയുമ്പോൾ എന്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിക്കോട്ടെ, അത് ഡെപ്റ്റ് മാത്രമോ ഡെപ്റ്റ് ഇക്വിറ്റിയോ ഡെപ്റ്റ് പ്രിഫറൻസോ എന്തും ആയിക്കോട്ടെ, അവിടെ നമ്മളുടെ EPSും നമുക്ക് സെയിം ആയിട്ട് തന്നെ വരും. സോ അതെന്താ നോക്കാം. അതുകൊണ്ടുള്ള യൂസ് എന്താണ്, അത് എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റ് നമുക്ക് നോട്ട് ചെയ്യാം. The indifference level of EBIT is one at which the EPS remains same. കണ്ടോ, EPS remains same irrespective of the debt equity mix. നമ്മുടെ ഡെറ്റ് ഇക്വിറ്റി മിക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തും ആയിക്കോട്ടെ, ഒരു പെർട്ടിക്കുലർ EBIT വരുമ്പോൾ അതിൻ്റെ ഏത് ഇക്വിറ്റി മിക്സിൽ കണ്ടാലും, ഏത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിൽ കണ്ടാലും EPSും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, എന്തിനാണ് അത് ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്യണം. കണ്ട, ഇത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡെപ്റ്റ് ഓപ്ഷൻ വേണോ അതോ ഇക്വിറ്റി ഓപ്ഷൻ വേണോ, അത് ഏത് ഓപ്ഷൻ വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഡിഫറൻസ് പോയിന്റ് തീരുമാനിക്കുന്നത്. കണ്ടോ, അപ്പോൾ നോക്കാം. EBIT ഈക്വൽ ടു ഇൻഡിഫറൻസ് ലെവൽ, നമ്മൾ കണ്ടുപിടിക്കുന്ന ഇൻഡിഫറൻസ് പോയിന്റ് തന്നെയാണ് നമ്മുടെ EBIT എങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഡെപ്റ്റ് ഓപ്ഷനോ ഇക്വിറ്റി ഓപ്ഷനോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ല, നമ്മളുടെ EBIT, അതായത് നമ്മൾ കണ്ടുപിടിച്ച EBIT എന്ന് പറയുന്നത് ബിലോ ഇൻഡിഫറൻസ് പോയിന്റ് താഴെയാണെങ്കിൽ ഏതാണ്, വിത്ത് ലോവർ ഡെറ്റ്, അതായത് ഇക്വിറ്റി ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ. ഡെറ്റ് ഇല്ലാത്ത ഓപ്ഷൻ അല്ലെങ്കിൽ ലോവർ ഡെപ്റ്റ് ഉള്ള ഓപ്ഷൻ ആയിരിക്കും നല്ലത്. ഇനി EBIT, കമ്പനിയുടെ EBIT എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച ഇൻഡിഫറൻസ് ലെവലിനേക്കാൾ കൂടുതലാണെങ്കിൽ ഏതാണ്, വിത്ത് ഹൈ ഡെപ്റ്റ്, അതായത് ലോ ഇക്വിറ്റി ഹൈ ഡെപ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നല്ലത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ പർപ്പസ്. ഇത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യണത്, ഐഡന്റിഫൈ ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ABC ലിമിറ്റഡ് വാണ്ട് ടു റേസ് 5 lakhs ആസ് അഡീഷണൽ ക്യാപിറ്റൽ. 5 lakhs ആണ് എക്സ്ട്രാ വേണ്ടത്. ഇറ്റ് ഹാസ് 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഓൾട്ടർനേറ്റീവ് ഫൈനാൻഷ്യൽ പ്ലാൻ. കറണ്ട് EBIT 17 lakhs ആണ്, വിച്ച് ഈസ് ലൈക്ലി ടു റിമെയിൻ അൺചേഞ്ച്ഡ്. അത് മാറുന്നില്ല. നമ്മൾ പുതിയത് എക്സ്പാൻഡ് ചെയ്താലും അത് മാറുന്നില്ല. റിലവൻറ്റ് ഇൻഫർമേഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ 3 lakh ഇക്വിറ്റി ഷെയർ ഓഫ് 10 ഈച്ച്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരു 30 lakhs ഉണ്ട്. അതുകൂടാതെ ഒരു 10% ബോണ്ട് ഉണ്ട്, 20 lakhs. അപ്പോൾ ഇപ്പോൾ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ആണുള്ളത്. അതിൽ 30 lakhsന്റെ ഇക്വിറ്റി, അതായത് 3 lakh × 10, 20 lakhന്റെ ബോണ്ട്, അതായത് 10% റിട്ടേൺ കൊടുക്കേണ്ട 20 lakhന്റെ ബോണ്ട്, ഇതാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 50 lakhs ആണ് ആകെ ഉള്ളത്. അതിലൊരു 5 ലക്ഷം കൂടിയാണ് നമ്മൾ ഇനി ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. ടാക്സ് റേറ്റ് 50 എന്ന് പറയുന്നുണ്ട്. 17 lakh ആണ് കറണ്ട് EBIT, അത് മാറുന്നില്ല എന്ന് പറയുന്നുണ്ട്. കറണ്ട് EPS 2.5 ആണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 25 ആണ്. ദെൻ ഫിനാൻഷ്യൽ പ്ലാൻ 1, ഓപ്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 5 lakhs അല്ല വേണ്ടത്. അപ്പോൾ 5 lakhs നമുക്ക് എന്ത് ചെയ്യാം, 20,000 ഷെയർ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ 20,000 ഇൻറ്റു ഓരോരുത്തർ എന്താ പ്രൈസ്, 25. അങ്ങനെ 5 lakhs വേണമെങ്കിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 നോക്കാം. അതിലെന്താ, 5 lakhsന് ഡിബഞ്ചർ ആണ്, 12%. കറന്റ് ഉള്ളത് 10% ബോണ്ടാണ്. അതിന് പകരം നമുക്ക് ഏത് ഇഷ്യൂ ചെയ്യാം, 12% ഡിബഞ്ചറും കൂടെ നമുക്ക് ഇഷ്യൂ ചെയ്യാം. അങ്ങനെയാണ് 2 ഓപ്ഷൻ. അപ്പോൾ നമുക്ക് നോർമലി ഇങ്ങനെ വരുമ്പോൾ എന്താ കാണേണ്ടത്, വാട്ട് ഈസ് ദ ഇൻഡിഫറൻസ് ലെവൽ ഓഫ് EBIT, ഇൻഡിഫറൻസ് പോയിന്റ് കാണണം. പിന്നെ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ ലെവൽ കാണണം. അതെന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് നോർമൽ EPS ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ അടുത്ത ലാസ്റ്റ് ടോപ്പിക്ക് കണ്ട പോലെ എന്താണ് നമ്മുടെ EPS എന്താ വരുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ. നമുക്കറിയാം നമ്മുടെ പർട്ടിക്കുലേഴ്സ് പ്ലാൻ 1
പ്ലാൻ 1 ഇക്വിറ്റി പ്ലാൻ ആണ്. പ്ലാൻ 2 എന്ന് പറയുന്നത് ഡെപ്റ്റ് ആണ്. പ്ലാൻ 2 എന്ന് പറയുന്നത് ഡെപ്റ്റ് ഓപ്ഷൻ ആണ്. പ്ലാൻ 1 എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇക്വിറ്റി യൂസ് ചെയ്യാം എന്നാണ്. ഇക്വിറ്റി യൂസ് ചെയ്യാം. പ്ലാൻ 2 എന്ന് പറയുന്നത് നമുക്ക് ഡിബഞ്ചർ അല്ലെങ്കിൽ ഡെറ്റ് ഡിബഞ്ചർ യൂസ് ചെയ്യാന്നാണ്. അപ്പോൾ കറന്റ് നമുക്ക് നോക്കാം. EBIT ഉണ്ട്. EBIT മൈനസ് ഇൻട്രസ്റ്റ് ആണ് നമ്മളുടെ EBT വരുന്നത്. EBT മൈനസ് ടാക്സ് ഉണ്ട്, 50% ടാക്സ് ഉണ്ട്. സോ നമുക്ക് PAT വരും. PAT അതുപോലെ എന്താണ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് EPS കിട്ടും, ഏണിംഗ് പെർ ഷെയർ കിട്ടും. അപ്പോൾ നോക്കിയേ, നമ്മുടെ EBIT എന്ന് പറയുന്നത് എത്രയാണ്? അത് ചേഞ്ച് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര തന്നെ എടുക്കാം? 70 lakhs തന്നെ എടുക്കാം. ആദ്യം അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാം. 70 lakhs എടുക്കാം. ഇൻട്രസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ഇതൊരു ഡെപ്റ്റ് ഓപ്ഷൻ ആണ്, ഇക്വിറ്റി ഓപ്ഷൻ ആണ്. പക്ഷെ നമുക്ക് പഴയ ഡെപ്റ്റ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് എത്രയാണ്? 20 lakhsന്റെ 10% നമുക്ക് എന്തായിട്ട് കൊടുക്കണം? 2 lakh അല്ലേ? അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആണിത്. എക്സിസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 2 lakhs വരും. അതായത് 20 lakhsന്റെ 10%. അപ്പോൾ നമ്മുടെ EBT എന്ന് പറയുന്നത് എത്രയായിരിക്കും? EBT എന്ന് പറയുന്നത് 50 lakhs ആയി മാറും. അതിൻ്റെ 50% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 7,50,000 ആയി മാറും. സോ നമ്മുടെ PAT എന്ന് പറയുന്നത് അഗെയിൻ എത്ര വരും? ബാക്കി 7,50,000 വരും. നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് നോക്കാം. നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് നോക്കാം. ഉണ്ടോ? ഓൾറെഡി ഇതിനകത്തുണ്ട്. ഓൾറെഡി 3 lakhs ഉണ്ട്. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? 20,000 ഇക്വിറ്റി ഷെയർ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ 3,20,000 വരും. സോ നമ്മുടെ EPS എന്ന് പറയുന്നത് എത്രയാണ്? 7,50,000 ഡിവൈഡഡ് ബൈ 3,20,000 ഈക്വൽ ടു 2.34 പെർ ഷെയർ വരും. ഓക്കെ, ഇതാണ് ഇക്വിറ്റി ഓപ്ഷൻ. ദെൻ നമ്മൾ ഡെപ്റ്റ് ഓപ്ഷൻ നോക്കാം. ഡെപ്റ്റ് ഓപ്ഷനിൽ വരുമ്പോൾ EBIT വ്യത്യാസമില്ല, 17 lakhs തന്നെയാണ്. ദെൻ ഇൻട്രസ്റ്റ് വരുമ്പോൾ എക്സിസ്റ്റിംഗ് എന്ന് പറയുന്നത് എത്ര തന്നെ വരും? നമ്മുടെ പഴയ 2 lakhs തന്നെ വരും. ദെൻ ഇതിനകത്ത് നമ്മൾ പുതിയതായിട്ട് ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് ന്യൂ വരും. ന്യൂ എന്ന് പറയുമ്പോൾ എത്ര വരും? 5 lakhsന്റെ 12% അല്ലേ? 5 lakhsന്റെ 12%. നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട് 5 lakhsന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 12% ആണ്. അപ്പോൾ അതൊരു 60,000 വരും, 60,000 വരും. സോ നമ്മുടെ EBT എന്ന് പറയുമ്പോൾ എത്ര വരും നോക്കിയേ? 17 lakh മൈനസ് 2,60,000 അല്ലേ? അപ്പോൾ എത്ര വരും? 14,40,000 വരും. 14,40,000 വരും അല്ലേ? ദെൻ അതിൻ്റെ 50% ടാക്സ് പോകും. അപ്പോൾ 7,20,000 ടാക്സ് പോകും. 7,20,000 ടാക്സ് പോവും. ബാക്കി എത്രയുണ്ട്? ബാക്കി പറഞ്ഞ പോലെ തന്നെ 7,20,000 ഉണ്ട്. 7,20,000 ഉണ്ട്. ഇവിടെ കണ്ട, ഇവിടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയേ ഉള്ളൂ? 3 lakhs ഉള്ളൂ. കാരണം എന്താ? ഇവിടെ പുതിയ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇക്വിറ്റി വെച്ചിട്ടല്ല, ഡെപ്റ്റ് വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആ നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 3 lakhs. ഓക്കെ, സോ നമ്മുടെ EPS എന്ന് പറയുന്നത് 7,20,000 ഡിവൈഡഡ് ബൈ 3 lakh നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അത് എത്രയാണ് വരുന്നത്? 2.4 ആണ്. 2.4 പെർ ഷെയർ. അപ്പോൾ ഇവിടെ ശരിക്കും ഏതാണ്? ഡിബഞ്ചർ, അത് ഡെപ്റ്റ് കൂടുതലുള്ളതാണ് നമുക്ക് നല്ലത് അല്ലേ? സോ അത് നോർമലി നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് എന്താണ്? നമ്മളുടെ ഈ പറഞ്ഞ ഇൻഡിഫറൻസ് ലെവൽ, ഏതോ ഒരു പെർട്ടിക്കുലർ ലെവൽ. ഇവിടെ EBIT സെയിം ആണ്, പക്ഷേ EPS ഡിഫറെൻ്റ് ആണ്. ഏതോ ഒരു പെർട്ടിക്കുലർ EBIT വരുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടിലും EPS സെയിം ആയിട്ട് വരും. അപ്പോൾ അത് ഏത് പോയിന്റ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് വീണ്ടും നമുക്കൊന്ന് റീകാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ പർട്ടിക്കുലേഴ്സ് പ്ലാൻ 1, പ്ലാൻ 2 അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ EBIT കണ്ട്, ഇവിടെ EBIT ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി കാര്യങ്ങൾ അറിയാവുന്നത് നമുക്ക് എഴുതാം. ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ എന്ത് വരും? ഇൻട്രസ്റ്റ് EBT മൈനസ് ടാക്സ് അറ്റ് 50%,
സോ EBT, sorry, PAT, P profit after tax divided by number of equity shares അല്ലേ. സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, EPS കിട്ടുക. സോ EBIT ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. EBIT ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഏതോ ഒരു EBIT നമുക്കറിയില്ല, അതാണ് ഇൻഡിഫറൻസ് പോയിന്റ്. ഇൻട്രസ്റ്റ് വരുമ്പോൾ നോക്കിക്കോ, ഇതിന്റെ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു, 2 lakhs മാത്രമേ ഉള്ളൂ. കാരണം എന്താ, ഇവിടെ നമ്മൾ പുതിയതായിട്ട് ഇക്വിറ്റി ഓപ്ഷൻ ആണ് 2 lakhs. ഇത് വരുമ്പോൾ പഴയതും കൂടെ പുതിയതും കൂടെ വരും, 2,60,000 വരും. ദെൻ ടാക്സ് 50%. അപ്പം നമുക്ക് നോക്കാം, ഇതുണ്ട്, നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. സോ EBT എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ നമുക്ക് എക്സ് മൈനസ് 2 lakhs. ഇവിടെയാണെങ്കിലോ എക്സ് മൈനസ് 2,60,000. എൻ്റെ 50% ടാക്സ് അല്ലെ. അപ്പോൾ ഇവിടെ എത്ര വരും, 0.50 മൈനസ് 1 lakh അല്ലേ. 0.50x ഇതിൻ്റെ പകുതി. ഇവിടെയാണെങ്കിലോ 0.50x മൈനസ് 1,30,000. ഓക്കെ. സോ PBT എന്ന് പറയുമ്പോൾ ബാലൻസ് തന്നെ വരും, ഇത് ഏതാണ്ട് ഈ ഫിഗർ തന്നെ വരും, 0.50x മൈനസ് 1 lakh. ഇവിടെയാണെങ്കിലോ 0.50x മൈനസ് 1,30,000. ഓക്കെ. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാ, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇവിടെ 3,20,000, കാരണം ഇക്വിറ്റി ഓപ്ഷൻ ആയതുകൊണ്ട് 3,20,000 വരും. 3,20,000 വരും. ഇവിടെയാണെങ്കിൽ എത്രയാ, 3 lakhs ആണ് വരിക. കാരണം അത് നമ്മുടെ ഡിബഞ്ചർ ഓപ്ഷൻ ആണ് അല്ലേ. EPS കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 0.50x മൈനസ് 1 lakh ഡിവൈഡഡ് ബൈ, അല്ലേ, ഇതിനെ ഡിവൈഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ 3,20,000 ഈക്വൽ ടു, അല്ലേ, റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡ് എന്താ, 0.50x മൈനസ് 1,30,000 ഡിവൈഡഡ് ബൈ 3 lakhs വരും, ഡിവൈഡ് ബൈ 3 lakhs. ഡെപ്റ്റ് ഓപ്ഷൻ ആണ്. നമുക്കിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ നോക്കാം, 0.50x മൈനസ്, തൽക്കാലം നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം, 3 0 ക്യാൻസൽ ചെയ്യാം എളുപ്പത്തിന് വേണ്ടിയിട്ട്, ഇൻറ്റു എത്രയാണ്, 300 ഈക്വൽ ടു 0.50x മൈനസ് 130 ഇൻറ്റു 320 കേട്ടോ. ഇപ്പം നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം, മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ്, 150x മൈനസ് 30,000 ഈക്വൽ ടു 160x മൈനസ് 320 ഇൻറ്റു 130 എത്ര വരും, 41,600. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, രണ്ടും ഡിഫറൻസ് എടുക്കുക. അപ്പോൾ എത്രയും നോക്കിയേ, മൈനസ് 10x ഈക്വൽ ടു ഇപ്പുറേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 41,600 മൈനസ് 30 എത്രയാ, 11,600 മൈനസ് 11,600. ഓക്കെ. അപ്പോൾ മൈനസ് ക്യാൻസൽ ആവും. നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഈക്വൽ ടു 11,600 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു, നേരത്തെ നമ്മൾ മിസ്സായി അത് ആഡ് ചെയ്യാം, 3 0 ആഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും നോക്കി, 11,600 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 1,000 എത്ര വരും, റുപ്പീസ് 11,60,000. കണ്ടോ, ഇതിൻ്റെ മീനിങ് എന്താ,
ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 11,60,000 ആണ് നമ്മുടെ EBIT എങ്കിൽ രണ്ടും കറക്റ്റ് ആയിരിക്കും. അതായത് EPS കാണുമ്പോൾ പ്ലാൻ 1ലും പ്ലാൻ 2ലും EPS എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലേക്ക് നമുക്ക് വാല്യൂ കൊടുക്കാം. 11,60,000. ഇവിടെ നമ്മൾ എന്തിനു കൊടുക്കുന്നു? 11,60,000. ഓക്കെ, മൈനസ് ചെയ്യാം. 11,60,000 മൈനസ് 2 lakh, അപ്പോൾ 9,60,000 വരും. ഇവിടെയാണെങ്കിലോ 11,60,000 മൈനസ് 2,60,000 ഈക്വൽ ടു 9 lakhs വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ 50% നമുക്ക് എന്ത് വരും? ടാക്സ് വരും. അപ്പോൾ 4,80,000 വരും. ഇവിടെയാണെങ്കിലോ 4,50,000 വരും. ഓക്കെ, ബാലൻസ് അത് തന്നെ വരും. 4,80,000 4,50,000 അല്ലേ? ഇനി അതിനൊന്ന് ഡിവൈഡ് ചെയ്തേ, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വെച്ചൊന്ന് ഡിവൈഡ് ചെയ്തേ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഈക്വൽ EPS ആയിരിക്കും. നോക്കിക്കോട്ടോ, 4,80,000 ഡിവൈഡഡ് ബൈ 3,20,000 എത്ര വരും? 1.5 വരും. 1.5 പെർ ഷെയർ വരും. അടുത്ത നോക്കിക്കോ, 4,50,000 ഡിവൈഡ് ബൈ 3 lakh ഈക്വൽ ടു എത്ര വരും? സെയിം തന്നെ വരും. 1.5 പെർ ഷെയർ തന്നെ വരും. ഇതാണ് ഇൻഡിഫറൻസ് ലെവൽ. കണ്ടോ? അപ്പോൾ ഈ 11,60,000 എന്നുള്ള ലെവൽ വന്നപ്പോൾ നമുക്ക് എന്താണ് EPS എന്താ സംഭവിക്കുക? ഏത് ഓപ്ഷൻ ആണെങ്കിലും, പ്ലാൻ 1 ആണെങ്കിലും പ്ലാൻ 2 ആണെങ്കിലും എന്ത് തന്നെയായിരിക്കും? സെയിം EPS തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഇത് എന്തിനാണ് കണ്ടുപിടിച്ചത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് കണ്ടുപിടിച്ച EBIT. നമ്മളുടെ EBIT എത്രയാണ്? 17,80,000 ആണ്. അത് കൂടുതലാണ്. ഏതിനേക്കാൾ കൂടുതലാണ്? നമ്മുടെ ഇൻഡിഫറൻസ് പോയിന്റിനേക്കാൾ കൂടുതലാണ് അല്ലെ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? EBIT എബോവ് ഇൻഡിഫറൻസ് പോയിന്റ്. എബോവ് ഇൻഡിഫറൻസ് പോയിന്റ് ആണെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻ വിത്ത് ഹയർ ഡെപ്റ്റ് അല്ലെ? അതായത് ഏതാ? രണ്ടാമത്തെ ഓപ്ഷൻ, ഡെപ്റ്റ് ഉള്ള ഓപ്ഷൻ. ശരിയല്ലേ? ശരിയാണ്. കാരണം കണ്ടോ, ഡിബഞ്ചർ ഓപ്ഷൻ എടുക്കുമ്പോഴാണ് എന്ത് വരുന്നത്? കൂടുതൽ EPS നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഞാനത് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഇൻഡിഫറൻസ് പോയിന്റ് നോക്കിയിട്ട് ജസ്റ്റ് നമുക്ക് നോക്കിയാൽ മതി. ഇൻഡിഫറൻസ് പോയിന്റ് നമ്മളുടെ ഇതിനേക്കാൾ കൂടുതലാണ്. എന്തിനേക്കാൾ? അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ EBIT എന്ന് പറയുന്നത് ഇൻഡിഫറൻസിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഒബിയസ്ലി നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? ഹൈ ഡെപ്റ്റ് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. അതായത് ഡിബഞ്ചർ ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്തു നോക്കുക. പിന്നെ ശ്രദ്ധിക്കുക, 2 പിക്സുകൾ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അറ്റ് എ ടൈം. നമ്മുടെ മെറ്റീരിയലിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മൂന്ന് മിക്സ് ഉണ്ടാവും. അപ്പോൾ 3ഉം എന്ത് ചെയ്യണം? ഇപ്പോൾ ABC ആണെങ്കിൽ Aയും Bയും കമ്പയർ ചെയ്യണം, Bയും Cയും കമ്പയർ ചെയ്യണം, Aയും Cയും കമ്പയർ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക്. അപ്പോൾ 3 ഇൻഡിഫറൻസ് പോയിന്റുകൾ ഉണ്ടാവും. അല്ലാതെ നമുക്ക് 3നും കൂടെ ഒറ്റയടി കണ്ടുപിടിക്കാൻ പറ്റില്ല. 3 ആണെങ്കിൽ ABC ആണെങ്കിൽ ABക്ക് ഒരെണ്ണം, Bക്ക് Cക്ക് ഒരെണ്ണം, ACക്ക് ഒരെണ്ണം ഉണ്ടാവും. അങ്ങനെ 3 ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ലിവറേജ് അനാലിസിസും അതുപോലെ തന്നെ EBIT EPS അനാലിസിസും. ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. Bishwas, the best coaching by chartered accountants for CA and CMA. Excellent research including all India ranks. Bishwas, the best option for CA and CMA.